അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കൊപ്ര ലോഡെല്ലാം പെരുമ്പാവൂർ അൺലോഡ് ചെയ്തതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ചയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. രാവിലെ 4:50 പെരുമ്പാവൂരിൽ നിന്ന് എടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ പോകാനുള്ളത് പാലക്കാട് നിന്നാണ് നമുക്ക് ലോഡ് കയറ്റാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ലോഡ് എന്ന് വെച്ചിട്ടുണ്ടായ കമ്പി ലോഡാണ് കേട്ടോ. നമ്മുടെ കമ്പനിയിലേക്ക് കമ്പി ലോഡ് കയറ്റാൻ പോകുന്നതാണ്, കള്ളിയത്ത് TMT അതാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ വിളിച്ച് ചോദിക്കുമ്പോൾ ആ ലോഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നേരെ പോവുകയാണ് കേട്ടോ പാലക്കാടേക്ക്. ഇപ്പോൾ നമ്മൾ പാലക്കാട് ടോൾ പ്ലാസ എല്ലാം കഴിഞ്ഞ് ടോൾ റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ ലോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ടോൾ റോഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. വണ്ടിയൊന്നും ഒട്ടുമില്ല, വണ്ടികളെല്ലാം നല്ലോണം കുറവാണ്. അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ടോൾ റോഡിലും ഇതേപോലത്തെ ഫ്ലൈ ഓവറിൻ്റെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ടോളൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് സർവീസ് റോഡിലൂടെ. അപ്പോൾ നമ്മൾ ഫൈനലി കുതിരാൻ തുരങ്കം എത്തിയിട്ടുണ്ട് കേട്ടോ. കുതിരാൻ തുരങ്കം ഇപ്പോൾ 2 വേ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് മോനെ യാസിൻ എല്ലാ ഭാഗം. ആ ഫാക്ടറിയിൽ നിന്ന് പുക പൊങ്ങുന്ന കേട്ടോ അങ്ങ്, അത് ആ കാണുന്ന ബ്ലാക്ക്. നീ മേഘം എന്ന് വിചാരിച്ചോ. ഇതാണ് കേട്ടോ പാലക്കാട് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ കള്ളിയത്ത് TMTൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ ബസ് സർവീസ് എല്ലാം ഉണ്ട്. പാലക്കാട് വാളയാർ റൂട്ടിലൊക്കെ ഓടുന്ന ബസ് സർവീസാണ് കേട്ടത്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മൊത്തം റോഡ് പണി നടക്കുന്നുണ്ട്. ഏതോ വണ്ടി താണിടാ മോനെ. CKS ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മൾ കള്ളിയത്ത് TMTയിലുണ്ട് കേട്ടോ. ഇവിടെ ലോഡ് കയറ്റാൻ വന്നതാണ്. ഒരു വണ്ടിയിൽ റിങ് കയറ്റിക്കൊണ്ടുണ്ട് കഴിച്ച്. ബാക്കി ഇതാ ഉള്ളിലൊരു വണ്ടി ലോഡാകുന്നുണ്ട്. ഒരു ക്രെയിന് പോകുന്നുണ്ട്. ബാക്കിലൊക്കെ വണ്ടി ഉണ്ട് കേട്ടോ കുറേ. എന്തോ മോനായിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ പ്രൊഡക്ഷൻ. പക്ഷേ ഇവരുടെ ഗോഡൗണിലൊക്കെയാണ് ഇവർ ബില്ലടിക്കുന്നത്. ഗോഡൗണിൽ നിന്ന് നമ്മൾ ബില്ല് മാറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇവരുടെ തന്നെ വണ്ടി കുറേ നാളെ അൺലോഡ് ചെയ്യാനിൽ വണ്ടി ലോഡാകുന്നുണ്ട് കേട്ടോ. അസോസിയേറ്റഡ് അതാണ് കേട്ടോ കള്ളിയത്തിൻ്റെ ഉള്ളിൽ. ഇവിടെ ബെൻഡ് അടിക്കുന്നതാണ് കമ്പിയുടെ. അതിൻ്റെ അപ്പുറത്ത് ആ റെഡ് കളറിൽ കാണുന്ന എല്ലാം കമ്പീൻ്റെ പ്രൊഡക്ഷനാണ് കേട്ടോ നടക്കുന്നത്.
അപ്പോൾ അങ്ങനെ കഞ്ചിക്കോട് നിന്ന് ലോഡെല്ലാം കയറ്റി കള്ളിയത്തിൻ്റെ ലോഡെല്ലാം കയറ്റി ബില്ലൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ കാസർഗോഡേക്ക് നാളെ രാവിലെ ഏകദേശം കാസർഗോഡ് എത്തുമ്പോൾ. ഇപ്പം നമ്മൾ കിങ്ഫ്രൈൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇവിടുത്തെ കാറ്റാടി ആണിത്. ചന്ദ്രനഗർ എത്തിയിട്ടുണ്ട് കേട്ടോ. ചന്ദ്രനഗറിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിയാൻ പോവുകയാണ്. നേരെ എറണാകുളം റൈറ്റിലേക്ക് കോഴിക്കോട് റോഡ്. വീണ്ടും തിരിയാൻ പോവുകയാണ് കേട്ടോ. നേരെയുള്ള റോഡ് പട്ടാമ്പിക്ക്, റൈറ്റാണ് കേട്ടോ കോഴിക്കോട്. ബ്ലോക്കുണ്ട് അവിടെ. എല്ലാവരും ടൗണിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇതാണ് ഒലവക്കോട്. ഇതിൻ്റെ അപ്പുറം ആണ് പാലക്കാട് മെയിൻ ടൗൺ. ഇത് ഒലവക്കോട് ടൗണ്. ഇവിടെയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മറ്റേ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഇതിഹാസ ടൂറിസ്റ്റ് ഇതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. കണ്ണൂർ 211 കിലോമീറ്റർ, 134 കിലോമീറ്റർ കോഴിക്കോട്, മലപ്പുറം 85 കിലോമീറ്റർ. ഗൈസ്, അപ്പോൾ നമ്മൾ കഞ്ചിക്കോട് നിർത്ത വണ്ടി ഇപ്പോൾ 6:40 സമയം. നമ്മൾ നേരെ പോയിക്കൊണ്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാലക്കാടുള്ള മുണ്ടൂരൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്ററും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലപ്പേരെന്താടാ? നല്ല മഴ കഴിഞ്ഞ ലക്ഷണം ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്തിട്ട് പോയി. പക്ഷെ നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ മാത്രമേ കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക്. ഇതിപ്പോഴാണ് മോനെ ഇത്ര നല്ല റോഡായത്. ഇതിനു മുമ്പ് ഇത് ഭയങ്കരത്തിൽ കുളമായിട്ടുണ്ട് റോഡാണ്. അതന്നെ മജുണ്ട് കേട്ടാ. എന്തായാലും 2 ടാർപ്പായിട്ട് ഉപകാരമായല്ലേ. അവനെന്നോട് 100 രൂപ ചോദിച്ചേ, 50 രൂപ കൊടുത്ത് ഒപ്പിച്ച്. പുതിയ ആൾക്കാർ പുതിയ വണ്ടി കാണുമ്പോ പറ്റിക്കാൻ നോക്കുന്നേ. നമ്മുടെ വണ്ടി മാഹിയിൽ എണ്ണടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച നമ്മൾ കമ്പിലോട് കഞ്ചിക്കോട് നിന്ന് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ 2 ഡെലിവറിയാണ് നമുക്കുള്ളത്. ഇന്ന് തന്നെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടായാലും നേരെ നമ്മുടെ കമ്പനിയാണ് N3 ഇൻഫിനിറ്റി കമ്പനിയാണ് കേട്ടോ.
അപ്പോൾ രണ്ടാമത്തെ ഡെലിവറി പള്ളത്തിങ്കാലും. ഈ 2 ഡെലിവറിക്കായിട്ട് നമ്മൾ പോയിക്കൊണ്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഇപ്പോൾ യാത്ര കഴിഞ്ഞ് പയ്യന്നൂരോട് അടുത്തുകൊണ്ടുണ്ട് കേട്ടോ നമ്മൾ. ഗൈസ് അപ്പം നമ്മൾ നീലേശ്വരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ കമ്പനിയിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്, സാധനം അർജൻറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നീലേശ്വരത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുമ്പിലൊരു പൈപ്പ് കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ആണോ അല്ല കുടിവെള്ള പദ്ധതിയുടെ ആണോ എന്നല്ല, പൈപ്പ് കൊണ്ടുവന്നുണ്ട് കേട്ടോ ഒരു ട്രെയിലറിൽ. വേറൊരു വലിയ വണ്ടിക്ക് ഇതിലൂടെ പാസ്സാവാൻ ഇനി കഴിയൂലല്ലോ. മാവുംകാലം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പാണത്തൂർ റോഡിലേക്ക് പോകും. പാണത്തൂർ റോഡിലാണ്, തട്ടുമല്ലാണ് നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അനന്താശ്രമം ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ മിൽമ. ഐ ലവ് മിൽമ. കോട്ടപ്പാറ ടൗണ്. നമ്മുടെ കമ്പനിയിൽ ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡെലിവറി പോയിൻ്റ് N3 തട്ടുമല്ല, അതായത് നമ്മുടെ കമ്പനി ഇൻഫിനിറ്റി ആണ്. നമ്മുടെ വണ്ടി ലോഡ് അൺലോഡ് ആവുന്നുണ്ട് കേട്ടോ. റീജസ് ചേട്ടനുണ്ട് അവിടെ. നമ്മുടെ വണ്ടി ഏഷ്യർന്ന് പിക്കപ്പിലേക്ക് കുറച്ച് ചാക്ക് സിമെൻറ്റ് മാറ്റി കയറ്റുന്നുണ്ട് കേട്ടോ. അതിലത്തേക്ക് കയറ്റാനുള്ള കമ്പിയാണ് ഇവിടെ തൂക്കിക്കൊണ്ടുള്ളത്. ഇനി ഒരു ഡെലിവറിയും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ബാക്കി. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ലോഡ് ഇറക്കുന്നില്ല കേട്ടോ. പെൻഡിങ് ആയിട്ട് ഈ ഒരു പിക്കപ്പിൽ കമ്പിലോട് കയറിക്കൊണ്ട് പോകുന്നുണ്ട്. ഡിസൈൻ ഇഷ്ടപ്പെട്ടി. അതിൻ്റെ ആ പിക്കപ്പ് ലോഡായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കമ്പനിയിലത്തെ വണ്ടി സിമെൻറ്റും കൊണ്ട് അല്ല പൊടിയും കമ്പിയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടാ. ഉണ്ണിയേട്ടനാണ് ഡ്രൈവർ. നമ്മുടെ വണ്ടി ഇപ്പോഴും ബാക്കിയാണ്. N3 നമ്മുടെ കമ്പനിയിൽ തന്നെ തട്ടുമല്ലി. അവിടെ 12.5 ടൺ ഉണ്ടായി. നമ്മൾ എൺമറ്റേസ് പള്ളത്തിങ്കാലുണ്ട് കേട്ടോ. അവസാന ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞ് നമ്മൾ വീരപ്പനെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ലോഡെല്ലാം അൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അൺലോഡായി നമ്മൾ വണ്ടി കയറലടിച്ച് സെറ്റായി. അടുത്ത ലോഡ് പറഞ്ഞിട്ടില്ലേ നാളെയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ വണ്ടി വെക്കാനെന്ന് പറഞ്ഞു. പാണത്തൂരാണ് വണ്ടി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ലോഡിൻ്റെ വിശേഷം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.